എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടിയാലും നമുക്ക് മടുപ്പ് തോന്നും. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലുണ്ട് വീണ്ടും ജീവിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ മാറും. മറ്റേ മൊമെന്റിൽ നമുക്ക് തോന്നും, എന്തിനാ ജീവിക്കണം, മതി, ഇത്രയൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തിനാ ജീവിക്കണേ. നമുക്ക് പലപ്പോഴും എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ടാവും, തോന്നാത്തൊരു ചുരുക്കമാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു നല്ല സംഭവങ്ങൾ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മളതൊക്കെ മറന്ന് വീണ്ടും നല്ല ആഘോഷത്തിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾക്ക് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ കുറിച്ചാണ് ചിന്തിക്കുക. നമ്മളില്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. കുറച്ച് നാളും കൂടി നമ്മൾ ജീവിച്ചു കിട്ടുകയാണെങ്കിൽ അവർക്കതൊരു സഹായമാവുമെന്ന് നമ്മളെപ്പോഴും ചിന്തിക്കും. അതാണ് നമ്മളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു കാര്യം. പിന്നെ നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ നമ്മൾ ഇത്ര കാലം ജീവിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്കൊരു ബുദ്ധി ഉണ്ടാവും, നമ്മളങ്ങനെ ജീവിക്കാം. അല്ലാണ്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ മാനസികമായിട്ട് തളരും, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു മിനിറ്റെങ്കിലും ചിലപ്പോൾ തോന്നും, എന്തിനാ ജീവിക്കണേ, എത്ര നാൾ ജീവിച്ചില്ലേ, മതി. അപ്പോൾ നമ്മൾ ചിന്തിക്കില്ല എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ നമ്മൾ ജീവിക്കാൻ മടുപ്പ് കാണിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലം പോലും കിടക്കാനില്ലാതെ, മഴയായാലും വെയിലായാലും റോഡിൻ്റെ തിണ്ണകളിലും ഓരോ വരാന്തകളിലും പുറത്ത് മതിലിൻ്റെ മുകളിലും ഒക്കെ കിടന്നുറങ്ങുന്ന കുറേ പേരില്ലേ. നല്ലൊരു വീടില്ലാതെ ചിട്ട വെച്ച് ഒന്ന് സുരക്ഷിതമായിട്ട് വാതില് അടയ്ക്കാൻ പറ്റാത്ത വീടുകളില്ലേ. ഇതൊന്നും നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ ഒരു ചെറിയ ഒരു അവസ്ഥയെ നമ്മൾ എപ്പോഴേക്കും മരിച്ചാൽ മതി എന്ന് തോന്നിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നുണ്ട്, നല്ലൊരു വീട് തന്നുണ്ട്, മക്കളെ എല്ലാം തന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചില നിമിഷം നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇതൊന്നും തരാത്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ അവരെ കുറിച്ച് ആലോചിക്കണം. ഞാനൊക്കെ ഈ ജോലി കഴിഞ്ഞ് ബസ്സിൽ വരുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ശക്തൻ മാർക്കറ്റ് കൂടിയൊക്കെ ഞങ്ങൾ വണ്ടിയിലൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ ആ പറമ്പിൽ കുറേ കുട്ടികൾ, അവർക്ക് വീടുമില്ല, ഒന്നുമില്ല. അവരിങ്ങനെ രാത്രി പകലൊക്കെ അമ്മമാര് അവിടുത്തെ മാർക്കറ്റിലത്തെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ അടിച്ച് ഒക്കെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് പച്ചക്കറി കൊടുക്കും. ആ പച്ചക്കറിയൊക്കെ ഒരു ചാക്കിൽ വിരിച്ച് ഇരുന്ന് അവര് വിൽക്കും. ഇവരൊക്കെ ഇങ്ങനെ നടക്കുക. അതുപോലെ പച്ചക്കറി പിന്നെ അവിടെ അടിച്ചു വരുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല, അവര് എനിക്ക് തോന്നുന്നു പൂക്കളെ പോലെ അവര്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ അപ്പടി സ്റ്റെറിലൈസ് ചെയ്ത പാത്രത്തിൽ ഭക്ഷണം കൊടുത്ത് എപ്പോഴും വെള്ളം തിളപ്പിച്ച് ഒക്കെ കൊടുക്കുമ്പോൾ അവർ പൈപ്പ് വെള്ളവും അവിടെ കിടക്കുന്ന ഏത് വെള്ളമാണെങ്കിലും അവർ കുടിക്കും. പക്ഷെ അവർക്കൊന്നും വലിയ രോഗമായിട്ടൊന്നും എനിക്ക് തോന്നില്ല, നല്ല കുട്ടികളെ പോലെ. അപ്പം അതൊക്കെ വളർത്തുന്നത് ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും നിരാശയില്ലേ, അവരൊന്നും നിരാശയിലേക്ക് പോകാറില്ല. അവർ വളരെ ഹാപ്പി ആയിട്ട് രാത്രിയാകുമ്പോൾ, നിരാശ ഉണ്ടാവാം, ഇല്ല എന്നല്ല, എന്നാലും എല്ലാവരും ഒരു ടെൻ്റ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടി ചിരിച്ച് കളിച്ച് കുടിച്ച് ഉല്ലസിച്ച് അവർ ജീവിക്കുന്നു. അവരുടെ ഒരു ജീവിതം. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം, നല്ല വീട്, എല്ലാ സൗകര്യങ്ങളും ഒക്കെ തന്നിട്ടും നമ്മളും എന്നും നിരാശയും. അപ്പൊ ഈ രണ്ടവസ്ഥ ഞാൻ ആലോചിക്കുക. ഇതിനേക്കാളും കഷ്ടമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ കേട്ടാ ആൾക്കാരുടെ അവസ്ഥ കണ്ട് നമുക്ക് വിഷമം തോന്നും. ഓടകളിൽ നിന്നും അവിടുന്നും ഇവിടുന്നൊക്കെ ഭക്ഷണം കഴിച്ച് കുപ്പകളിൽ നിന്നും ഒക്കെ എടുത്ത് കഴിച്ച് ഒക്കെ നടക്കണ എത്രയോ ജനങ്ങളുണ്ടല്ലേ. നമ്മളവരെ കുറിച്ചൊന്നും ആലോചിക്കില്ല. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങൾ വലിയ കാര്യങ്ങളായിട്ട് കണ്ടിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് എനിക്കത് തോന്നുന്നു, ഇങ്ങനെയാണ്, ഞാൻ എന്തോരം സഹിച്ചു എന്നറിയോ, എനിക്ക് ഇനി ഇതന്നെ തന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരാശപ്പെടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പറയാ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. നിരാശപ്പെടാണ്ടിരിക്കും. വെറുതെ ചെറിയ കാര്യങ്ങൾക്ക് നിരാശ വരുന്ന മക്കൾക്ക് നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്.
എല്ലാ ആരോഗ്യം തന്നുണ്ട്. അതുപോലെ പഠിക്കാനുള്ള അവസരം തന്നെ. കുട്ടികളൊക്കെ പഠിക്കണമെന്നില്ല, അവരിങ്ങനെ നടക്കും. രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ നടക്കും. ഞാനെപ്പോഴും ഇങ്ങനെ ബസ്സിലിരുന്ന് അവരൊക്കെ ഇങ്ങനെ നോക്കും. എനിക്ക് വിഷമം തോന്നും. അപ്പൊ എൻ്റെ മക്കള് രണ്ടുപേരും വയ്യാത്തവരാണെങ്കിലും അവർക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്കൊക്കെ ഈ കഥയൊക്കെ അവരോട് വന്ന് പറഞ്ഞു കൊടുക്കാം, എൻ്റെ മക്കളോട്. അങ്ങനത്തെ കുറെ മക്കളുണ്ട് മോനെ. അവരൊന്നും ഇപ്പൊ നമുക്ക് അവരെ കൊണ്ടൊന്നും നോക്കാനുള്ള കപ്പാസിറ്റിയോ സാഹചര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് കണ്ട് സങ്കടം വിചാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. എന്നാലും അവർക്ക് എന്ത് ചെയ്ത് അത് ഒരു വിദ്യാഭ്യാസം കൊടുക്കാനാ, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താനാ ഒന്നും പറ്റാത്ത അപ്പനും അമ്മയും കുറേ മക്കളുണ്ടാവും. അവരൊന്നും നോക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടാവും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. എല്ലാവരും നേരെ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും അവിടെ. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, എന്നാൽ അവരവിടെ പണിയെടുക്കല്ലേ. അപ്പൊ ഇതിനേക്കാളും കഷ്ടമായിരിക്കും പല സ്ഥലത്തും. ഞാൻ കാണാത്ത കാഴ്ചകളുണ്ടല്ലോ ഇഷ്ടംപോലെ, അത് പറയാണ് ഞാൻ. അപ്പൊ നമ്മുടെ ചെറിയ വേദനകളൊന്നും വലിയ വേദനകളായി കാണാതെ നമ്മൾ ഇവരെ കുറിച്ചും ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച്, അതുപോലെ ഓരോ രോഗികള് നമ്മൾ വല്ലാണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ പോയിട്ട് ഹോസ്പിറ്റലുകൾ അങ്ങനെയൊക്കെ സന്ദർശിക്കുക. നമ്മൾ വലിയ വലിയ സ്ഥലങ്ങൾ മാത്രമല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണണം. അപ്പോഴാണ് നമ്മളെന്തോരം ഭാഗ്യവാന്മാരാണെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വരിക. അതിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കണ്ട അവർക്കൊക്കെ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, അത് ജീവിതം കണ്ട ജനിച്ച ഉടനെ രോഗികളാണ്. അപ്പൊ അവരെന്തോരം വേദന സഹിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും തന്നിട്ടില്ല, ആരോഗ്യം തന്നിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല മക്കളായിട്ട് വേഗം വളരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുക്കണം അവർക്ക് കിട്ടിയിട്ടുള്ള കൃപകളെ കുറിച്ച്. ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനിയും എൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.